പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയായ കരിവള്ളൂരിൻ്റെ സർവതോമുഖമായ വികസനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന കരിവള്ളൂർ മാന്യഗുരു UP സ്കൂളിൻ്റെ 136ാം വാർഷികാഘോഷവും ദീർഘകാലത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക ശ്രീമതി PV സുമതി ടീച്ചർക്കും അതുപോലെ സഹാധ്യാപിക A കമലാക്ഷി ടീച്ചർക്കുമുള്ള യാത്രയയപ്പും വൈവിധ്യങ്ങളായ പരിപാടികളോടെ നടത്തുവാൻ ഈ അധ്യയന വർഷാവസാനം നാം PTA-യും അതുപോലെ നാട്ടുകാരും ചേർന്ന് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരികയും ജനപ്രതിനിധികളും അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണൂർ ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികൾക്കായിരുന്നു നാം അന്ന് രൂപം നൽകിയത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളെ പിടിച്ചു ഉലച്ചുകൊണ്ട് COVID-19 എന്ന മഹാമാരി നമ്മെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും സംയുക്തമായി സമ്പൂർണമായ ഒരു അടച്ചിടൽ പ്രഖ്യാപിക്കുകയും നാം എല്ലാവരും അതോടൊപ്പം വീടകങ്ങളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ യാത്രയയപ്പ് പരിപാടികളും അതുപോലെ വാർഷികാഘോഷവും മാറ്റിവെക്കേണ്ടതായി വന്നു. എങ്കിലും മാറിയ സാഹചര്യത്തിലും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപികമാർക്കുള്ള യാത്രയയപ്പ് സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഒരു ഓൺലൈൻ പരിപാടിയായി നടത്താൻ PTA-യും സംഘാടക സമിതിയും തീരുമാനിച്ചു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് മുതൽ, അതായത് 28, 29, 30 ദിവസങ്ങളിലായി കുട്ടികളും അതുപോലെ മദർ PTA-യും സംയുക്തമായി ചേർന്ന് വിപുലമായ സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഈ ഒരു പരിപാടി ഇന്ന് 28, 29, 30 തീയതികളിൽ രാത്രി 7:30 മുതൽ നാം സംപ്രേഷണം ചെയ്യുകയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് മുഴുവൻ രക്ഷിതാക്കളെയും കുട്ടികളെയും നാട്ടുകാരെയും സവിനയം ക്ഷണിച്ചുകൊള്ളട്ടെ. അതിനുവേണ്ടി മാന്യഗുരു UP സ്കൂൾ ഒരു പ്രത്യേക YouTube ലിങ്ക് തന്നെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളുടെ എല്ലാ പരിപാടികളും ആസ്വദിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരിക്കൽ കൂടി എല്ലാവരെയും പരിപാടിയിലേക്ക് സവിനയം സ്നേഹത്തോടുകൂടി ക്ഷണിച്ചു. ജ്ഞാനദീപമേ വിശ്വപ്രദീപമേ വിനയപൂർവം നമിക്കുന്നു ഞങ്ങൾ. ഏകലോകത്തിന്റെ സന്ദേശ സംഗീതസാര പ്രസാദം പകർന്നിടാവൂ. പൂവിലും പുല്ലിലും പൂഴിത്തരിയിലും താരാപദത്തിലും നീരിപ്പൂ. കാറ്റിലും കാട്ടിലും കാട്ടാറിനുള്ളിലും മാറ്റത്തിൽ പൊരുനീ മറന്നിരിപ്പൂ. വിജ്ഞാനദീപമേ വിശ്വപ്രദീപമേ വിനയപൂർവം നമിക്കുന്നു ഞങ്ങൾ. ഏകലോകത്തിന്റെ സന്ദേശ സംഗീതസാര പ്രസാദം പകർന്നിടാം. വന്ദനം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പ്രയത്നത്തിന്റെ ബലം. പണ്ട് ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ കൃഷിക്കാരനുണ്ടായിരുന്നു. തന്റെ മരണമെടുത്തെന്ന് കൃഷിക്കാരൻ മനസ്സിലായി. അതോർത്തല്ല കൃഷിക്കാരന് ആദി. തന്റെ 3 മക്കളെടുത്താണ് കൃഷിക്കാരന് ആദി. തണ്ടും തടിയുമുള്ള 3 ചെറുപ്പക്കാർ. പറഞ്ഞിട്ടെന്താ കാര്യം? കുഴി മടിയെണ്ണ. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ പോരാ, അത് ചർച്ചിറക്കി കൊടുക്കുകയും കൂടി ചെയ്താൽ നന്നായി എന്ന് വിചാരിക്കുന്നു. പകൽ മുഴുവൻ കിടക്കാം, രാത്രി മുഴുവൻ ഉറക്കാം, ബാക്കി സമയമുണ്ടെങ്കിൽ തീറ്റിയോട് തീറ്റി. ഇങ്ങനെയാണ് ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത്.
ഒരു ദിവസം ജീവിതം സുഖിക്കാനുള്ളതാണ്, അതിപ്പോൾ തന്നെ ഉണ്ട്, പിന്നെന്തിനാണ് പണിയെടുക്കുന്നത്? ഇതാണ് ഒന്നാമന്റെ തത്വശാസ്ത്രം. ഉടനെ രണ്ടാമൻ കൂട്ടിച്ചെത്തു. അല്ല പിന്നെ, മരിച്ച ശേഷം സമ്പത്ത് മുഴുവൻ ഞാൻ വന്ന് കൊണ്ടുപോകുമല്ലേ മേൽപോട്ട്. മൂന്നാമനൊന്നും മിണ്ടിയില്ല, സംസാരിക്കാൻ പോലും മടിയും. ഒരു ദിവസം കൃഷിക്കാരൻ തന്റെ 3 മക്കളെയും അടുത്തു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ ജീവിതം അവസാനിക്കാറായി. എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണെന്നറിയാമല്ലോ. ഉപയോഗിക്കുന്നതിനോടൊപ്പം സമ്പാദിക്കുക കൂടി ചെയ്തില്ലേ, കയ്യിലുള്ളതെല്ലാം പെട്ടെന്ന് തീർന്നു പോകും. കുറച്ച് മൗനത്തിനു ശേഷം കൃഷിക്കാരൻ തുടർന്നു, തെങ്ങുകൾക്കിടയിൽ എന്റെ നിധിയുടെ ഒരു ഭാഗം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കയ്യിലൊന്നുമില്ലാതായാൽ അതെടുത്ത് ഉപയോഗിച്ചോളൂ. 3 മക്കൾ ഇതൊന്നും കാര്യമായി എടുത്തില്ല. ഒരു ദിവസം കൃഷിക്കാരൻ മരിച്ചുപോയി. അച്ഛൻ സമ്പാദിച്ചെല്ലാം പെട്ടെന്ന് തീർന്നുപോയി. പണിയെടുക്കാതെ പട്ടിണിയാവുമെന്ന് ഘട്ടമായി. ഒരു മകൻ അച്ഛൻ പറഞ്ഞ നിധിയെ കുറിച്ച് ചിന്തിച്ചു. എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല, തെങ്ങുകൾക്കിടയിൽ എന്നെ പറഞ്ഞിട്ടുള്ളൂ. കുഴിച്ചു നോക്കുക തന്നെ. അവർ എല്ലാ തെങ്ങുകൾക്കിടയിലും കുഴിച്ചു നോക്കി. നിധിയുടെ ഒരു തരി പോലുമില്ല. എന്നാൽ അവർക്ക് നിധി കൊട്ടാക്കാൻ തന്നെ ചെയ്തു. കുറച്ചു മാസങ്ങൾക്കകം ചൂട് നന്നായി കിളച്ചത് മൂലം തെങ്ങുകളിൽ ഒരുപാധികം തെങ്ങുകൾ ഉണ്ടായി. ഇത് തന്നെയാണ് അച്ഛൻ പറഞ്ഞ നിധിയെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പ്രയത്നത്തിന്റെ വില അറിഞ്ഞു. കൂട്ടുകാരെ, പരിശ്രമിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, മറ്റുള്ളവരെ പറ്റിക്കാൻ എന്ത് രസമാണല്ലേ. പാട്ടെ മഹാവൃതനായ വേലാൻ ഒടുവിൽ എന്തു പറ്റി? നമുക്ക് നോക്കാം. കാലിയെ വെക്കാൻ കാട്ടിൽ പോ, കാളിപ്പയ്യൻ വേലാണ്ടി. കാലിയെ വെക്കാൻ കാട്ടിൽ പോ, കാളിപ്പയ്യൻ വേലാണ്ടി. പെട്ടെന്നൊരു നാൾ വിളിച്ചു പോവും, അയ്യോ വരുന്നേ, പുലി വരുന്നേ, അയ്യോ വരുന്നേ, പുലി വരുന്നേ. ആളുകളെല്ലാം ഓടിച്ചാടി വന്നപ്പോൾ വിഡ്ഢിച്ചിരിയും ചിരിച്ചുകൊണ്ട് അവരെ ചുമ്മക്കളിയാക്കി. വിഡ്ഢിച്ചിരിയും ചിരിച്ചുകൊണ്ട് അവരെ ചുമ്മക്കളിയാക്കി. ചമ്മിപ്പോയേ, പുലിയെക്കെല്ലാം പോയവരെല്ലാം കരയും കാട്ടി മടങ്ങിപ്പോയി. നാളങ്ങനെ പബ്ലിക് പിച്ച് കുസ്തിച്ചക്കൻ നാട്ടാരെ. നാളങ്ങനെ പബ്ലിക് പിച്ച് കുസ്തിച്ചക്കൻ നാട്ടാരെ. അമ്പമ്പമ്പം അമ്മയുടെ ശാശാ ചമ്പൂരി പാഞ്ഞെത്തി. ഗം 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 അമ്മയുടെ ശാശാ ചമ്പൂരി പാഞ്ഞെത്തി. ആത്ത വിളിച്ചു കാണിപ്പി, അയ്യോ വരുന്നേ, പുലി വരുന്നേ, അയ്യോ വരുന്നേ, പുലി വരുന്നേ. നേരം പോക്ക എന്നു നിരീച്ചു. കേട്ടവരാരും അനങ്ങിയില്ല. കളിയല്ലല്ലോ പുലിയല്ലല്ലോ, സത്യം സത്യം പുലി വരുന്നേ. കളിയല്ലല്ലോ പുലിയല്ലല്ലോ, സത്യം സത്യം പുലി വരുന്നേ. തിക്കനൊഴുകും വിളികളുമായി ചാടി നിന്നു പുലിയച്ചൻ. അമ്പുലിയുടെ വായി മത്തി. അമ്പോവൽത്തൻ വേലാണ്ടി, അമ്പോവൽത്തൻ വേലാണ്ടി. നല്ലൊരപ്പാലം അപ്പന്റെ കയ്യും വീതിച്ച് നടക്കണേ. ആയൊരു പാലത്തിന്റെ തൂണിൽ നിന്നും പൊന്നൊരു കിളിയും കേട്ടും. പൊന്നൊരു കിളിയും കേട്ട്
പറയാൻ പോകുന്ന കഥയുടെ പേര് പ്രാവുകളുടെ ബുദ്ധി. ഒരു കൂട്ടം പ്രാവുകൾ ഈറ്റ തേടി പറക്കുകയായിരുന്നു. അപ്പോൾ അവ നെല്ലുവിളഞ്ഞു നടക്കുന്ന ഒരു പാടം കണ്ടു. പ്രാവുകൾ പാടത്ത് പറന്നിറങ്ങി നെൽമണികൾ തിന്നാൻ തുടങ്ങി. പെട്ടെന്ന് അവരുടെ മുകളിലേക്ക് ഒരു വല വന്ന് വീണു. വയലിന്റെ ഉടമഞ്ഞതായിരുന്നു ആ വല. പ്രാവുകൾ ഭയന്നു. ഇനി എന്ത് ചെയ്യും? നേതാവിനോട് ചോദിച്ചു. പേടിക്കണ്ട, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. നമുക്ക് ഒരുമിച്ച് മുകളിലേക്ക് പറക്കാം. എല്ലാവരും സമ്മതിച്ചു. 1 2 3 പറന്നേ. നേതാവ് പറഞ്ഞതും പ്രാവുകൾ ഒന്നിച്ച് പറന്നുയർന്നു. അതുകൊണ്ട് കർഷകൻ അമ്പയന്നു. നേതാവ് പ്രാവുകളോട് ഒരു ഉയർന്ന മരത്തിന്റെ മുകളിൽ പറന്നിരിക്കാൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. വലയുടെ അടിയിലൂടെ ഓരോരുത്തരായി എല്ലാ പ്രാവുകളും പുറത്തിറങ്ങി. ഒത്തു ശ്രമിച്ചാൽ എന്തും നേടാം. എന്തും മനസ്സിലാക്കി. പ്രാവുകൾ നേതാവിനോട് നന്ദി. ഗോതമ്പ് മണികൾ എന്ന കവിതയുടെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നു. ഗോതമ്പ് മണി. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേലറിയൊന്നു ഞാൻ പാടുന്നു. ഗോതമ്പു കതിരിന്റെ നിറമാണ്, പേടിച്ച പേടമായി മിഴിയാണ്. കയ്യിൽ വളയില്ല, കാലിൽ കൊലുസില്ല, മെയ്യിൽ അലങ്കാരം ഒന്നുമില്ല. ഏറുന്ന യൗവനം മാറി മടക്കുവാൻ കീറി തുടങ്ങിയ ചേരിയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്ന് തന്നെ വിളിച്ചാലോ. നീയെന്നും നീയാണ് ഗോതമ്പു പാടത്ത് നീർപ്പേര് പോകും മുകിലാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേലറിയൊന്നു ഞാൻ പാടുന്നു. നിന്റെ നേലറിയൊന്നു ഞാൻ പാടുന്നു. നന്ദി, നമസ്കാരം. ഞാൻ വേദ MB മാന്യഗുരു UP സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വർഷകാലത്ത് കൂട് കൂട്ടാനിട തരാമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിട തരില്ല ഞാൻ. നെല്ലിമരമേ തേക്കുമരമേ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിട തരാം നീ. ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിട തരില്ല ഞാൻ. പ്ലാവുമരമേ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിടം തരില്ല ഞാൻ. വാഴച്ചെടിയെ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിടം തരുമോ നീ? ഞാൻ തരാല്ലോ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂട് കൂട്ടാനിടം തരാല്ലോ ഞാൻ.
കഥയുടെ പേരാണ് കാക്കയുടെ ബുദ്ധി. പണ്ട് പണ്ട് ഒരു കാക്ക ദാഹിച്ചു വലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് കാക്ക ഒരു കുടം കണ്ടു. കാക്ക പറന്നു പോയി ആ കുടത്തിലേക്ക് നോക്കി. അതിൽ ആ കുടത്തിൽ അല്പം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാക്കയ്ക്കൊരു ബുദ്ധി തോന്നി. കാക്ക കുറെ കല്ലുകൾ എടുത്തു കുടത്തിലേക്ക് ഇട്ടു. അപ്പോൾ വെള്ളം പൊന്തി വന്നു. കാക്ക മതിയാവുന്നോളം വെള്ളം കുടിച്ച് സന്തോഷത്തോടെ പറന്നുപോയി. മ്യാവൂ മ്യാവൂ പൂച്ച കുഞ്ഞി എന്തിന് പൂച്ചെ കരയുന്നു? അമ്മ കുറിയെ കാണാഞ്ഞു, കുഞ്ഞു വയറ് വിശന്നിട്ടോ? ദോശ അപ്പം ഞാൻ നൽകാം, എൻ്റെ അടുത്ത് നീ വന്നാൽ. മ്യാവൂ മ്യാവൂ പൂച്ച കുഞ്ഞി എന്തിന് പൂച്ചെ കരയുന്നു? ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് നട്ടുനനച്ച്. ലങ്കനും കുങ്കിയും കൃഷിക്കാരാണ്. അവർ ചേന, ചേമ്പ്, തണ്ണിമത്തൻ തുടങ്ങി പലതും കൃഷി ചെയ്തു. ഒരു ദിവസം ലങ്കൻ ചന്ദനക്കാട്ടിലൂടെ വരികയായിരുന്നു. തലയിൽ ഒരു കെട്ട് മധുരക്കിഴങ്ങ് വള്ളികൾ. പെട്ടെന്ന് സുബ്ബു കരടി ലങ്കന്റെ മുന്നിലേക്ക് എടുത്തു ചാടി. നിൽക്കവിടെ, അയ്യോ ഉപദ്രവിക്കരുത്! ലങ്കൻ അലറിക്കരഞ്ഞു. വെറുതെ വിട്ടാൽ ഇത് വിളയുമ്പോൾ പാതി നിനക്കും തരാം. ശരി, ഇപ്പോൾ നീ പോയിക്കോ, ഇത് വിളമെടുക്കുമ്പോൾ ഞാൻ വരും. ലങ്കനും കുങ്കിയും മധുരക്കിഴങ്ങ് വള്ളികൾ നട്ടു. അങ്ങനെ വിളമെടുപ്പ് ദിവസമായി. സുബ്ബു വരുമോ? കുങ്കി വിഷമത്തോടെ ചോദിച്ചു. തൂമ്പയും അരിവാളുമായി ലങ്കൻ വയലിലേക്ക് എത്തി. വട്ടിയും എടുത്ത് പിന്നാലെ കുങ്കി. എത്ര നേരമായി കാത്തിരിക്കുന്നു, എനിക്ക് തരാനുള്ള വീതം തന്നാട്ടെ. സുബ്ബു, നിനക്ക് ചെടിയുടെ മുകൾ ഭാഗം വേണോ, താഴെ ഭാഗം മതിയോ? എനിക്ക് മുകൾ ഭാഗം മതി. അതിനടുത്ത വള്ളിക്കെട്ടുമായി കുങ്കി സുബ്ബുവിന്റെ തലയിൽ വെച്ചു കൊടുത്തു. സന്തോഷത്തോടെ സുബ്ബു കാട്ടിലേക്ക് നടന്നു. ഇവരൊരു വിഡ്ഢി തന്നെ, കുങ്കി പറഞ്ഞു. കിളച്ചെടുത്ത മധുരക്കിഴങ്ങുമായി ലങ്കൻ ചന്തയിലേക്ക്. നല്ല പൂമ്പാറ്റ, പൂവിലിരിക്കണ പൂമ്പാറ്റ, പാലു തരാന വാ വാ വാ, വേണു തരാന വാ വാ വാ, പാലു തരാന വേണു തരാന വാ 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 പൂമ്പാറ്റ, വാ 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 പൂമ്പാറ്റ. കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ, നെല്ലിമരമേ കുഞ്ഞിക്കരുവിക്ക്, വർഷകാലത്ത് കൂതുകുത്ത ഇതും തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കരുവിക്ക്, വർഷകാലം കൂതുകുത്ത ഇതും തരില്ല ഞാൻ. കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ, കിയാൻ കിയാൻ കുരുവിനാൻ കിയാൻ കിയാൻ കോ. തേക്കുമരമേ കുഞ്ഞിക്കുരുവിക്ക്, വർഷകാലത്ത് കൂതുകുത്ത ഇതും തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്, വർഷകാലത്ത് കൂതുകുത്ത ഇതും തരില്ല ഞാൻ. കിയാൻ കിയാൻ കുരുവിനാ കിയാൻ കിയാൻ കോ, പ്ലാവു മരമേ കുഞ്ഞിക്കുരുവിക്ക്, വർഷകാലത്ത് കൂതുകുത്ത ഇതും തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്, വർഷകാലത്ത് കൂതുകുത്താൻ ഇതും തരില്ല ഞാൻ. വാഴച്ചെടിയെ കുഞ്ഞിക്കുരുവിക്ക്, വർഷകാലത്ത് കൂതുകുത്താൻ ഇതും തരുമോ നീ? ഞാൻ തരാമല്ലോ. മഴയും വന്നു കാറ്റും വന്നു ഇടിമുട്ടിയല്ലോ, അയ്യോ പാവം
നെല്ലിമരം മറിഞ്ഞു വീണല്ലോ. അയ്യോ പാവം അയ്യോ പാവം നെല്ലിമരം മറിഞ്ഞു വീണല്ലോ. കാറ്റും വന്നു ഇടിയും വന്നു ഇടിയും വന്നു മിന്നലും വന്നല്ലോ. അയ്യോ പാവം തേക്കുമരം മറിഞ്ഞു വീണല്ലോ. കാറ്റും വന്നു ഇടിയും വന്നു മിന്നൽ വന്നല്ലോ. അയ്യോ പാവം പ്ലാവുമരം മറിഞ്ഞു വീണല്ലോ. സ്നേഹമുള്ള വാഴച്ചെടി അതിന് ദൈവം കാത്തല്ലോ. Shine, 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 little. Chop, 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 itchy. Tiny, tiny, tiny hands. Plum, plum, plum. പൂച്ചുമരി ചിത്രത്തിൽ പുഞ്ചി തൂങ്ങുമരപ്പൂപ്പൻ. കണ്ണടയുണ്ട് പുതപ്പുണ്ട്, കയ്യിൽ നല്ലൊരു വടിയുണ്ട്. ഒക്ടോബർ 2 ജന്മദിനം, നമ്മൾക്കെല്ലാം പുണ്യദിനം. ആരാണ് അദ്ദേഹം? നമ്മുടെ ഗാന്ധിജി അപ്പൂപ്പൻ. രാവിലെ തന്നെ പുഴയിൽ ചൂണ്ടയിടാൻ ആനന്ദം കുട്ടൻ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പൂച്ചക്കുട്ടൻ വന്നത്. പഞ്ഞി പോലെയായിരുന്നു ആ പൂച്ചക്കുട്ടൻ. അനന്തുവിന് ആ പൂച്ചക്കുട്ടനെ ഇഷ്ടമായി. അപ്പോഴാണ് അവൻ്റെ ഉഗ്രനൊരു മീൻ കുളിഞ്ഞത്. അവൻ ആ മീൻ പൂച്ചക്കുട്ടന് കൊടുത്തു. കപ്പം കുപ്പം മീൻ കഴിച്ച് പൂച്ചക്കുട്ടൻ മ്യാവൂ എന്ന് കരഞ്ഞു. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി. മഴ പെയ്തിട്ട് വർഷങ്ങളായി. വെള്ളമില്ലാത്തതിനാൽ കൃഷിയെല്ലാം നശിച്ചു. കുടിവെള്ളം പോലും കിട്ടാതെ കന്നുകാലികളും മനുഷ്യരും മരിച്ചു വീഴാൻ തുടങ്ങി. ജനങ്ങൾ രാജകൊട്ടാരത്തിൽ പോയി രാജാവിനോട് സങ്കടം പറഞ്ഞു. രാജാവ് പുരോഹിതനെ വിളിച്ചു വരുത്തി എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. പുരോഹിതൻ പറഞ്ഞു, മഴ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ 3 ദിവസത്തെ മഹായാഗം നടത്തണം. 3-ാം നാൾ മഴ പെയ്യും. യാഗം തുടങ്ങി. 1 ദിവസം കഴിഞ്ഞു, 2-ാം ദിവസവും കഴിഞ്ഞു. 3-ാം ദിവസം രാജ്യത്തെ ജനങ്ങളെല്ലാം യാഗസ്ഥലത്ത് തടിച്ചുകൂടി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആകാശം കറുത്തു, ഇടിവെട്ടി, പെരുമഴ പെയ്യാൻ തുടങ്ങി. രാജാവ് നനഞ്ഞു, പുരോഹിതൻ നനഞ്ഞു, പട്ടാളക്കാരും ജനങ്ങളും എല്ലാവരും നനഞ്ഞു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി മാത്രം മഴ നനഞ്ഞില്ല. കാരണം അവളുടെ വർണ്ണക്കുടയുമായാണ് അവിടെ എത്തിയത്. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്ന് എന്ത് സന്ദേശം മനസ്സിലാക്കാം? ആ കുട്ടിയൊഴികെ ബാക്കി എല്ലാവരും തങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ആത്മവിശ്വാസമില്ലാതെയാണ് അവിടെ എത്തിയത്. നമുക്കും അവളെ പോലെ ആത്മവിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, അടകിനായി തണുക്കൾക്കായി ഒരു 100 ചെടികൾ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിവിടെ ഒരു കവിത ചൊല്ലുന്നു. കവിതയുടെ പേരാണ് അച്ഛൻ. ഒരു മരം മുറ്റത്ത് നിന്നിരുന്നു, ഞാനതിൻ ചാരത്ത് ചെന്നിരുന്നു, തളിരിലും കാറ്റിൻ്റെ കുളിര് തന്നു, തണലിൻ്റെ ബാല്യവും പിച്ച വച്ചു, വെയിലത്ത് വാടാതെ ബാക്കിയായി, മഴയത്ത് നനയാതെ ഞാൻ വളർന്നു, അച്ഛൻ്റെ തണലെത്ര ജന്മപുണ്യം, നാളേക്ക് നീളേണ്ട സ്നേഹമന്ത്രം. നന്ദി.
വാഴന്റെ കുഞ്ഞുണ്ട്. പണ്ട് പണ്ട് ഒരു കുഞ്ഞ് തോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. നടന്ന് കുഞ്ഞിക്ക് വിശക്കുകയാണ്. കുറച്ച് നടന്നപ്പോൾ വാഴത്തോട്ടം കണ്ടു. കുഞ്ഞ് വാഴത്തോട്ടത്തിലേക്ക് കയറി. വാഴത്തോട്ടത്തിൽ നിന്ന് ഒരു വാഴനോട് ചോദിച്ചു, വാഴ എനിക്കൊരു പഴം തരുമോ? ഇല്ല. നീ വേറെ വാഴനോട് ചോദിക്കും. കുഞ്ഞ് എല്ലാ വാഴനോട് ചോദിച്ചിട്ട് ലാസ്റ്റ് ഒരു വാഴനെ കണ്ടു. ആ വാഴനോട് ചോദിച്ചു, വാഴ എനിക്കൊരു പഴം തരുക? ആ ഞാൻ തരാം. കുഞ്ഞിക്ക് വാഴേന്റെ ഒരു കൊല കൊടുത്തു. എന്നിട്ട് വീടെത്തുന്നവരെ കുഞ്ഞ് കഴിച്ചോണ്ടിരുന്നു. വീടെത്തിനായിരുന്നു. എന്നിട്ട് കുഞ്ഞിന്റെ അമ്മ പുറത്ത് നിൽക്കുകയായിരുന്നു. എന്നിട്ട് അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, ഓനെന്തേ കഴിച്ചിനാ? ഞാൻ കഴിച്ചിന് പഴം. എന്നിട്ട് കുഞ്ഞ് വീട്ടിന്റെ അകത്ത് കയറി കുളിച്ച് ഭക്ഷണം കഴിച്ച് രാത്രിയായ ഭക്ഷണം കഴിച്ച് ഉറങ്ങാക്കി തന്നു. നന്ദി, നമസ്കാരം. ശ്രീ നാരായണപിള്ളയുടെ ഒരു കവിതയാണ് ചൊല്ലുന്നത്. വരിക സാജരെ വലിയ സഹന സമരമായി കരളുറച്ചു കൈകൾ കോർത്തു കർണടയ്ക്കു പോകണം. കൺതുറന്നു നോക്കുവിൻ, കൈകൾ കോർത്തിറങ്ങുവിൻ, കപട കുടില ഭരണക്കൂർ മിക്ഷണം തകർക്കണം. ബ്രിട്ടനെ വിരട്ടുവിൽ, ചട്ടമൊക്കെ മാറ്റുവിൽ, ദുഷ്ടനേരി വിഷ്ടപത്തി ഒത്തുമേനിലച്ചിട്ട. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ജനവും ആഗ്രഹിച്ചിറങ്ങണം. സദസ്സിന് വന്ദനം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അപ്പുവിന്റെ തിരിച്ചറിവ്. അപ്പു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവൻ എപ്പോഴും ചെളിയിൽ കളിക്കുമായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ശരിക്കും കൈയും വായും കഴുകാറില്ലായിരുന്നു. അമ്മ പറയുന്നത് അനുസരിക്കാറില്ല. ഒരു ദിവസം അവൻ കൊറോണ എന്ന രോഗത്തെ പറ്റി കേട്ടു. അവൻ അമ്മയോട് ചോദിച്ചു, കൊറോണ എന്ന രോഗത്തെ പറ്റി. അമ്മ പറഞ്ഞു, ലോകത്താകെ പടർന്നു പിടിക്കുന്ന കൊറോണയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇടയ്ക്കിടെ കൈയും വായും കഴുകണം, സാമൂഹ്യ അകലം പാലിക്കണം, വ്യക്തി ശുചിത്വം വേണം. നമുക്കൊന്നിച്ചു ചേർന്നാൽ കൊറോണയെ അകറ്റാം എന്നൊക്കെ അവന് പറഞ്ഞു കൊടുത്തു. ശുചിത്വം ഒരു പരിധി വരെ രോഗത്തെ അകറ്റുമെന്നും അവന് മനസ്സിലായി. അവൻ നല്ല കുട്ടിയായി നടന്നു. ഞാൻ എന്റെ കൊച്ചു കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിത്തുമ്പ് മോഹിക്കും നിന്റെ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു
അരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുമ്പേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം, വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ, ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതീതോ. കുടിക്കാനും കുളിക്കാനും ചെടികൾക്ക് നനയ്ക്കാം ജലം വേണമെന്ന കാര്യം മറന്നിതല്ലേ. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതീതോ. മാനും മീനും പൈക്കിതാവും പാത്തുപാതും പൂങ്കോയി. പുല്ലും നെല്ലും പുലർന്നീത തെളിഞ്ഞിറണം. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതീതോ. മഴ വെള്ളം നിറഞ്ഞി കുളം പുഴ ചോലയിൽ ശുചിയാക്കി എന്നുമെൻ സൂക്ഷിച്ചിടണം. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതീതോ. ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതീതോ. ഓ സദസ്സിന് വന്ദനം. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മിമിക്രിയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് ട്രെയിനിന്റെ ശബ്ദമാണ്. അടുത്തത് ട്രാക്ടറിന്റെ ശബ്ദമാണ്. അടുത്തത് മരം മുറിക്കുന്ന ശബ്ദമാണ്. അടുത്തത് വണ്ടിന്റെ ശബ്ദമാണ്. എൻ്റെ മിമിക്രി ഇവിടെ അവസാനിച്ചു. എൻ്റെ കേരളം പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയും ആ മണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തു പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും നീളെ കളകളം പാടും കാട്ടുചോലയും ആ മണിമേടും വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തൊപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരച്ഛനും രണ്ട് മക്കളും താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ അച്ഛനോട് ചോദിച്ചു, അച്ഛ ഞങ്ങളെ നീന്താൻ പഠിപ്പിക്കുമോ? വീണ്ടും ചോദിച്ചു, അച്ഛ ഞങ്ങളെ നീന്താൻ പഠിപ്പിക്കുമോ? അച്ഛൻ പറഞ്ഞു, ആ കുറച്ചു നാൾ കഴിഞ്ഞ് നീന്താൻ പഠിപ്പിക്കാമെന്ന്.
അവരെ നീന്താൻ പഠിപ്പിച്ചു. ഒരു ദിവസം അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ബോട്ട് വരുന്നത് കണ്ടു. അവരത് നോക്കി നിന്നു. പെട്ടെന്ന് വലിയ ചുഴലിക്കാറ്റ് വന്നു. ബോട്ട് ചെരിഞ്ഞു. അയാൾ താഴെ മുങ്ങി. അയ്യോ രക്ഷിക്കണേ എന്ന് അയാൾ വിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ വേഗം ആ വെള്ളത്തിൽ എടുത്തു ചാടി അയാളെ ഗ്രാമത്തിലെത്തിച്ചു. എല്ലാവരും ആ 2 കുട്ടികളെയും അഭിനന്ദിച്ചു. പാറി കളിക്കുന്ന പൂമ്പാറ്റേ, മടി വിളിക്കുന്നു നിന്നെ ഞാൻ. ചാടി കളിക്കുന്ന ചില്ലകളിൽ, അടിയാടി കളിക്കുന്ന പൂകളിൽ. പൂവിനേക്കാൾ ഭംഗിയുള്ള പട്ടുടുപ്പ് മോടിയോടെ അണിച്ചത് ആരാണ്? ഞാനും വരട്ടെ പൂമ്പാറ്റേ, പൂവിരിഞ്ഞ തോട്ടത്തിൽ പാറിടുവാൻ. മണ്ണുവാരി കളിക്കുന്ന പാട്ടത്തരാം, കണ്ണു ചിമ്മി തുറക്കുന്ന പാവത്തരാം. പോമ്പോം പോകുന്ന വണ്ടി തരാം, 2, 3, 5 ചൊല്ലിത്തരാം. താങ്ക് യു. ഒരു ദിവസം ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് താകത്ത് വരുന്ന കാക്ക. ഒരു ദിവസം പറന്നിട്ട് കാക്കക്ക് താങ്ങാൻ തോന്നി. എന്നിട്ട് എവിടെ നോക്കിയാലും വെള്ളം കിട്ടിയില്ല. ഒരു വീട്ടിൽ കയറി നോക്കി. എന്നിട്ട് വെള്ളം കിട്ടി. എന്നിട്ട് കടന്നു വന്നിട്ട് നോക്കി, കൊക്കൊണ്ട് കിട്ടിയില്ല. എന്നിട്ട് കാക്കക്ക് ഒരു ഐഡിയ തോന്നി. എന്നിട്ട് കല്ലെല്ലാം പറി കൊടുത്തു. എന്നിട്ട് പൊങ്ങി വന്നു. എന്നിട്ട് കിളികൾക്കും താവുണ്ടായിരുന്നു. കാക്ക കൊടുത്തു. കിളികൾക്കും താവുണ്ടായിരുന്നു. എന്നിട്ട് കിളികളും കൊടുത്തു, കാക്കയും കൊടുത്തു. കിളികളും താവും കുറഞ്ഞു, കാക്കയും താവും കുറഞ്ഞു. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരില്ല ഞാൻ. തേക്കുമരമ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരില്ല ഞാൻ. പ്ലാവുമരമ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരില്ല കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരില്ല ഞാൻ. വാഴച്ചെടിയെ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരുമോ നീ? ഞാൻ തരാലോ കുഞ്ഞിക്കുരുവിക്ക്. വർഷകാലത്ത് കൂടുകൂട്ടാൻ ഇടം തരാലോ ഞാൻ. കാറ്റും വന്നു ഇടിയും പൂട്ടി മഴയും പെയ്തല്ലോ. അയ്യോ പാവം നെല്ലിമരം തേക്കുമരവും പാവുമരവും ഒടിഞ്ഞു വീണല്ലോ. കാറ്റും പോയി ഇടിയും പോയി മഴയും പോയല്ലോ. സ്നേഹമുള്ള വാഴച്ചെടിയെ ദൈവം കാത്തല്ലോ.
സ്നേഹമുള്ള വാഴച്ചെടിയെ ദൈവം കാത്തല്ലോ. One day a crow got a piece of meat. A frog requested then crow to sing a song. It began to sing, then the meat beak fell down. A fox at once picked it up and ran away. Clap your hands, clap your hands. Listen to the music. Clap your hands. Jump up high, jump up high. Listen to the music. Jump up high. Turn around, turn around. Listen to the music. Turn around. Stamp your feet, stamp your feet. Listen to the news. Clap, stamp your feet. Clap your hands, clap your hands. Listen to the music. Clap your hands. One day a crow got a piece of meat. A frog requested then crow to sing a song. It began to sing, then the meat beak fell down. A fox at once picked it up and ran away. കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞിക്കണ്ണ് തുറക്കൂ നീ. നേരം പുലരും നേരത്ത് നീ ഈ മട്ടു കിടന്നാലോ. ഓമന പല്ലുകൾ തേക്കണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ. നീരാട്ടാടാൻ പോകണ്ടേ, നീലപ്പൂ മുടി കെട്ടണ്ടേ. അച്ഛൻ തന്നൊരുടുപ്പിട്ട് അമ്മ തൊടിക്കും പൊട്ടിട്ട്. നഴ്സറി സ്കൂൾ പോകണ്ടേ, നഴ്സറി പാട്ടുകൾ പാടേണ്ടേ. താങ്ക് യു. കാക്കേ കാക്കേ നീ ചക്കര മാമ്പഴം തന്നോട്ടെ. അങ്ങേ കൊമ്പത്ത് ഇരുന്നു, ഇങ്ങേ കൊമ്പത്ത് മാറിയിരുന്നു. മാമ്പഴമെല്ലാം കൊത്തല്ലേ, മാമ്പഴമെല്ലാം കൊത്തല്ലേ. മാമ്പഴമെല്ലാം കൊത്തിയാല് നിന്നെ കണ്ടാ മിണ്ടൂല, നിന്നെ കണ്ടാ മിണ്ടൂല. കാക്കേ 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 ഒരു ചക്കര മാമ്പഴം തന്നോട്ടെ. Peaches, dimple, no silly, teeth with it, hair, very fine. I sabo, slowly to teacher fat, is you, yes, yes, yes. വന്ദനം. ഞാൻ പാടാൻ പോകുന്നത് ഒരു കാക്കയുടെ പാട്ടാണ്. കാക്കേ 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 നീ ഒരു ചക്കര മാമ്പഴം തന്നോട്ടെ. അങ്ങേ കൊമ്പത്ത് മാറിയിരുന്ന്, ഇങ്ങേ കൊമ്പത്ത് മാറിയിരുന്ന്. മാമ്പഴമെല്ലാം കൊത്തല്ലേ, മാമ്പഴമെല്ലാം കൊത്തല്ലേ. മാമ്പഴമെല്ലാം കൊത്തിയാലോ നിന്നെ കണ്ടാൽ മിണ്ടൂല, നിന്നെ കണ്ടാൽ മിണ്ടൂല. നിന്നെ കാക്കേ 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 നീയൊരു ചക്കര മാമ്പഴം തന്നോട്ടെ. താങ്ക് യു. എൻ്റെ അമ്മ ഒരുങ്ങി ഒരു ചെറിയ ഒരുങ്ങി ഒരു മരത്തിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ ഒരു പറഞ്ഞു, അമ്മ കുളിക്ക കഴിഞ്ഞിട്ട് വരാം, എവിടെ പോലെ പറഞ്ഞു. അമ്മ പോയപ്പോൾ ഉരുവി താമര അങ്ങിരുന്നു. ഉരുവി മെല്ലെ പോയി. അപ്പോൾ അമ്മ അന്ന് കേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഉരുവിനെ ആകാനില്ല. അപ്പോൾ അമ്മ ഉരുവിനെ വിളിച്ചു. അമ്മ സങ്കടമായി. അമ്മ അനിയ കുണങ്ങി സന്യായി. അപ്പോൾ വന്നില്ല. അപ്പോൾ
അമ്മ പറയുന്ന അമ്പിളി അമ്മാമ്മ ബാനത്ത് അങ്ങനെ നീ കാണും താഴോട്ട് വന്നാലോ ഞങ്ങൾ കുമ്മിണി ചോറ് തരാം അമ്പിളി അമ്മാമ്മ ബാനത്ത് അങ്ങനെ നീ കാണും താഴോട്ട് വന്നാലോ ഞങ്ങൾ കുമ്മിണി ചോറ് തരാം കാറ്റിന്ന് വന്നാലോ അമ്പിളി പറക്കില്ലേ വെയിലത്ത് നിന്നാലോ വെണ്ണി വിരിപ്പകയില്ലേ കാറ്റിന്ന് വന്നാലോ അമ്പിളി പറക്കില്ലേ വെയിലത്ത് നിന്നാലോ വെണ്ണി വിരിപ്പകയില്ലേ അമ്പിളി അമ്മാമ്മ ബാനത്ത് അങ്ങനെ നീ കാണും താഴോട്ട് വന്നാലോ ഞങ്ങൾ കുമ്മിണി ചോറ് തരാം നല്ല മഴ വന്നാൽ നിന്റെ മിരി നനയില്ലേ മിന്നല് കണ്ടാലും നീയും പൊട്ടിത്തകരില്ലേ നല്ല മഴ വന്നാൽ നിന്റെ മിരി നനയില്ലേ മിന്നല് കണ്ടാലും നീയും പൊട്ടിത്തകരില്ലേ അമ്പിളി അമ്മാമ്മ ബാനത്ത് അങ്ങനെ നീ കാണും താഴോട്ട് വന്നാലോ ഞങ്ങൾ കുമ്മിണി ചോറ് തരാം Ding dong bell, pussy's in the well. Who put her in? Little Tommy Tin. Who put her out? Little Tommy shout. What a naughty boy was that? Drown poor pussycat. കാക്കേ 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 നീ ഒരു ചക്കര മാമ്പഴം തന്നാട്ടെ അങ്ങേക്കുമ്പോ തുമാറി ഇരുന്ന് ഇങ്ങേക്കുമ്പോ തുമാറി ഇരുന്ന് മാമ്പഴമെല്ലാം തിന്നല്ലേ മാമ്പഴമെല്ലാം തിന്നാല് നിന്നെ കണ്ടാൽ മിണ്ടൂല നിന്നെ കണ്ടാൽ മിണ്ടൂല കാക്കേ 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 നീ ഒരു ചക്കര മാമ്പഴം പറിച്ചാട്ടെ നല്ല പൂമ്പാറ്റേ പൂവിലിരിക്കണ പൂമ്പാറ്റേ നാട് ചുറ്റണ പൂമ്പാറ്റേ പാലു തരാം ഞാൻ തേനു തരാം വാ 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 പൂമ്പാറ്റേ വാ 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 പൂമ്പാറ്റേ തോണിക്കര മെഴുമെഴുത്ത തുഴയുടെ എലയ തുഴഞ്ഞു പോകട്ടെ ഞാൻ അക്കര പോട്ടെ വെയിലു വന്നല്ലോ കണ്ണു നോവുന്നു കാത്തിരുന്ന് കാത്തിരുന്ന് കാല് കുഴയുന്നു ഉത്സവമാണിന്ന് ആടണം പാടണം പാട്ടുപാടണം കുരങ്ങൻ പണ്ട് തൊപ്പി വെച്ച് കഥകൾ പറയണം പച്ചടി കിച്ചടി ഓടി നടക്ക അണ്ണര കണ്ണന്റെ പാട്ടുപാട കോലടിക്ക ചെണ്ട കൊട്ട ഠും 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 കുത്തനൊടുപ്പാണേ ചീത്തയാക്കരുതേ വെള്ളം തട്ടാതെ ഞാനിരുന്നോള അയ്യോ തോണിക്കാരടന്നിക്ക് ഞാൻ കാശെടുത്തില്ല കടത്തുകൂടി കടം തരുമോ കൂട്ടുകാരെ കടത്തുകൂടി കടം തരുമോ കൂട്ടുകാരെ നീ ഒരു ചക്കര മാമ്പഴം തന്നാട്ടെ അങ്ങേ കൊമ്പിലും പാറിയിരുന്ന് ഇങ്ങേ കൊമ്പിലും പാറിയിരുന്ന് മാമ്പഴം ഒന്നും കൊത്തല്ലേ മാമ്പഴമെല്ലാം കൊത്തിയാല് നിന്നെ കണ്ടാൽ മിണ്ടൂല നിന്നെ കണ്ടാൽ മിണ്ടൂല നമസ്കാരം പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന അന്തർനാട്ടിലത്തെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥയാണ്
കേൾക്കാതെ തടാകത്തിലേക്ക് എറിഞ്ഞു. മുങ്ങിത്താന്ന കുഞ്ഞിമ ഉറക്കെ കരഞ്ഞു. ദൈവമേ, എന്റെ അമ്മ അനുസരിച്ചെങ്കിൽ ആപത്ത് വരുമായിരുന്നോ? കൂട്ടുകാരെ, കഥയിൽ നിന്നും എന്താണ് മനസ്സിലാക്കിയത്? മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ ആപത്തിൽ ചെന്ന് ചാടും. എന്റെ ഈ കൊച്ചു കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചക്കര മാമ്പഴം തന്നോട്ടെ, അങ്ങേ കൊമ്പത്ത് മാറിയിരുന്നു ഇങ്ങേ കൊമ്പത്ത് മാറിയിരും, മാമ്പഴം എല്ലാം കൊത്തല്ലേ, മാമ്പഴം എല്ലാം കൊത്തിയാല് നിന്നെ കണ്ടാ മിണ്ടൂല, നിന്നെ കണ്ടാ മിണ്ടൂല. ഇതൊക്കെ നീ ചക്കര മാമ്പഴം തന്നോട്ടെ, അങ്ങേ കൊമ്പത്ത് മാറിയിരുന്നു ഇങ്ങേ കൊമ്പത്ത് മാറിയിരുന്നു, മാമ്പഴം എല്ലാം കൊത്തല്ലേ, മാമ്പഴം എല്ലാം കൊത്തിയാല് നിന്നെ കണ്ടാ മിണ്ടൂല. മാണിക്കനൊരു കാളക്കുട്ടൻ, കൊച്ചു കുറുമ്പന കാളക്കുട്ടൻ, മുറ്റത്ത് നിൽക്കും ചെടികളൊക്കെ കുത്തി മറച്ചിടും കാളക്കുട്ടൻ. പൂവാഴം കോഴി വീഴുന്ന കണ്ട കൊമ്പും കുലുക്കിയും ഓടിച്ചെല്ലും, പേടിച്ചു പൂവാഴം പറക്കും, കണ്ടു മാണിക്കൻ തുള്ളിച്ചാടും. അമ്മിനി പൂച്ചയെ കണ്ടാലുടൻ പിങ്കാലു കൊണ്ടൊരു തട്ടും, ഞാവു കരഞ്ഞകളോടിപ്പോകും, അത് കണ്ട് മാണിക്കൻ തുള്ളിച്ചാടും. മുറിവാളനായ വരുന്ന കണ്ട പേച്ച് മാണിക്കൻ വീട്ടിലെത്തും, അമ്മക്കരികിൽ ഒളിച്ചിരിക്കും, നല്ലൊരു കുട്ടിയെ പോലെ നിൽക്കും. കുഞ്ഞേ കുഞ്ഞേ ഉണരൂ നീ, കുഞ്ഞി കണ്ണു തുറക്കോ നീ, നേരം പുലരും നേരത്ത് നീ മട്ട് കിടന്നാലോ, ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖം കഴുകേണ്ടേ, നീരാട്ടാടാൻ പോകേണ്ടേ, നീലപ്പൂ മുടി കെട്ടേണ്ടേ, അച്ഛൻ എന്നൊരുടുപ്പിട്ട് അമ്മ തോടിക്കും പൊട്ടിട്ട്, നഴ്സറി സ്കൂളിൽ പോവേണ്ടേ, നഴ്സറി പാട്ടുകൾ പാടേണ്ടേ,